കുട്ടമ്പുഴ ആനവേട്ടക്കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിച്ചു. പ്രതികൾക്ക് 4 വർഷം കഠിന തടവും 15,000 രൂപ പിഴയും. കുട്ടമ്പുഴ ആനക്കുളം കത്തിപ്പാറ റിസർവ് വനത്തിൽ നിന്നും 6 വയസ്സുള്ള കുട്ടിക്കൊമ്പനാനയെ വെടിവെച്ചു കൊന്ന് ആനക്കൊമ്പ് ശേഖരിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിലാണ് വിധി വന്നത്. 1-ാം പ്രതി കുട്ടമ്പുഴ മാമലക്കണ്ടം കുരുവിപ്പുറത്ത് വീട്ടിൽ അജി, 5-ാം പ്രതിയും സഹോദരനുമായ ബാബു, 3-ാം പ്രതി കുട്ടമ്പുഴ മാമലക്കണ്ടം കുരുവിപ്പുറത്ത് വീട്ടിൽ ഷാജി എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ടത്. കോതമംഗലം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് EN ഹരിദാസനാണ് ശിക്ഷ വിധിച്ചത്. കാട്ടാനയെ വേട്ടയാടിയതിന് 3 വർഷം കഠിന തടവും 10,000 രൂപ വീതം പിഴയും, റിസർവ് വനത്തിൽ അതിക്രമിച്ചു കടന്നതിന് 1 വർഷം കഠിന തടവും 5,000 രൂപ വീതം പിഴയും ആണ് ശിക്ഷ വിധിച്ചത്. 4-ാം പ്രതി കൊന്നത്തടി വില്ലേജിൽ മങ്കുവ തണ്ണിപ്പാറ വീട്ടിൽ സുരേഷ് വിചാരണയ്ക്ക് ഹാജരാകാതെ ഒളിവിലാണ്. കേസിലെ 2-ാം പ്രതി സിനോജ് വിചാരണയ്ക്കിടെ മരണപ്പെട്ടിരുന്നു. ആനക്കൊമ്പ് വിൽപ്പനയ്ക്ക് സഹായിച്ച 6-ാം പ്രതി രഞ്ജിത്ത്, ആനയെ വേട്ടയാടാൻ ഉപയോഗിച്ച തോക്ക് നിർമ്മിച്ചു നൽകിയ 7-ാം പ്രതി ജീവൻ എന്ന് വിളിക്കുന്ന AJ വർഗീസ് എന്നിവരെ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ കോടതി ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി. 2009 ജൂലൈ 7-ാം തീയതിയാണ് 1 മുതൽ 5 വരെ പ്രതികൾ ലൈസൻസ് ഇല്ലാതെ നാടൻ തോക്കുമായി ആനക്കുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള മലയാറ്റൂർ റിസർവ് വനത്തിൽ കത്തിപ്പാറ ഭാഗത്ത് അതിക്രമിച്ചു കടന്നത്. 6 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്കൊമ്പനെ വെടിവെച്ച് കൊന്നു. 1-ാം പ്രതി അജിയാണ് കുട്ടിക്കൊമ്പനെ വെടിവെച്ച് കൊന്നത്. വെടിയേറ്റ് വീണ കുട്ടിക്കൊമ്പന്റെ സമീപത്തു നിന്നും വെള്ളയാനയും 2009 ജൂലൈ 7-ാം തീയതിയാണ് 1 മുതൽ 5 വരെ പ്രതികൾ ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കുമായി ആനക്കുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള മലയാറ്റൂർ റിസർവ് വനത്തിൽ കത്തിപ്പാറ ഭാഗത്ത് അതിക്രമിച്ചു കടന്ന് 6 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്കൊമ്പനെ വെടിവെച്ച് കൊന്നത്. 1-ാം പ്രതി അജിയാണ് കുട്ടിക്കൊമ്പനെ വെടിവെച്ചത്. വെടിയേറ്റ് വീണ കുട്ടിക്കൊമ്പന്റെ സമീപത്തു നിന്നും തള്ളയാനയും കൂട്ടവും മാറാതെ നിലയുറപ്പിച്ചതിനാൽ 3 ദിവസം വനത്തിൽ ഷെഡ് കെട്ടി താമസിച്ചതിനു ശേഷമാണ് പ്രതികൾക്ക് ജഡത്തിൽ നിന്നും ആനക്കൊമ്പ് ശേഖരിക്കാനായത്. തള്ളയാനയും കൂട്ടവും ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിനായി ജഡം തള്ളി മാറ്റുന്നതിനിടെ ഒരു കൊമ്പ് മണ്ണിൽ തറഞ്ഞ് അടർന്നു പോയതിനാൽ ഒരു ആനക്കൊമ്പ് മാത്രമായിരുന്നു പ്രതികൾക്ക് ശേഖരിക്കാനായത്. മണ്ണിൽ പുതഞ്ഞു നഷ്ടപ്പെട്ട ഒരു ആനക്കൊമ്പ് ആനയുടെ ജഡത്തിന് സമീപത്തു നിന്നും പ്രതികൾ തന്നെയാണ് തെളിവെടുപ്പിനിടെ കണ്ടെടുത്തു നൽകിയത്. 2009 ജൂലൈ 17-ന് അടിമാലി VT റെസ്റ്റോറന്റ് പരിസരത്ത് പ്രതികൾ ആനക്കൊമ്പ് വിൽപ്പന നടത്തുവാൻ ശ്രമിക്കവെയാണ് ഫോറസ്റ്റ് ഇന്റലിജൻസിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടമ്പുഴ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിരുന്ന മനു സത്യൻ, അടിമാലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിരുന്ന KP ഷാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ പിടികൂടുന്നത്. മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ഡോക്ടർ കൃഷ്ണദേവ പ്രസാദ് സാഹു, കുട്ടമ്പുഴ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിരുന്ന മനു സത്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസന്വേഷണം പൂർത്തിയാക്കി പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ ബെൽജി തോമസ്, സെബാസ്റ്റ്യൻ G എന്നിവർ ഹാജരായി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.